ഇപ്പോൾ കൊടൈക്കനാൽ വന്നിട്ട് ഞങ്ങൾ നേരെ പൂണ്ടിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൊട്ട് പുറകെ കാണുന്നതാണ് പൂമ്പാറ. അപ്പോൾ പൂമ്പാറ വില്ലേജിൻ്റെ ഫുള്ള് വ്യൂ ആ ഈ കാണുന്നത്. പലയിടത്ത് വ്യൂ പോയിൻ്റ് ഉണ്ടെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഈ വ്യൂ പോയിൻറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പൂമ്പാറ വില്ലേജ് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പൂണ്ടി പോകും. അപ്പോൾ പൂണ്ടി പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് വ്യൂ പോയിൻ്റ് ഉണ്ട് പൂമ്പാറ വില്ലേജ് കാണാൻ വേണ്ടി. പക്ഷേ ഇത് കുറച്ച് ദൂരെ നിന്ന് കൃത്യമായിട്ട് എല്ലാ പൂമ്പാറ വില്ലേജ് നമുക്ക് ഫുള്ളായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഊട്ടിയിലേക്ക് പോയിട്ട് ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വരാം. പൂണ്ടി എത്തി ഗൈസ്, ഞങ്ങൾ പൂണ്ടി എത്തി. ഈ കാണുന്നതാണ് പൂണ്ടി വില്ലേജ്. പശു മെയ്യുന്ന കാണാൻ പറ്റിയില്ലെങ്കിൽ കുതിര മെയ്യുന്ന കാണാൻ പറ്റും. അതെ, പൂണ്ടിക്കാവുന്ന കേട്ടോ. പക്ഷെ പൂണ്ടിയേക്കാളും സൂപ്പർ സ്ഥലമാണ് കൂക്കൽ. ഇങ്ങനെ പൈൻ കാടിനിടയിൽ കൂടെ നമ്മൾ മാത്രമേ യുക്കാലിയം നമ്മൾ മാത്രമേ ഉള്ളൂ. വലിയ ശല്യമൊന്നുമില്ല. പിന്നെ ഇത് കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇവിടുത്തെ ഈ ലാൻഡ്സ്കേപ്പ് അടിപൊളി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൂക്കലെത്തിയിരിക്കുകയാണ്. കൂക്കലിൻ്റെ ഫസ്റ്റ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൂക്കലിലോട്ട് എത്തുമ്പോൾ ഇവിടുത്തെ ഈ കൂക്കൽ ലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടുത്തെ പോലെ ഫുൾ ആമ്പൽ ഇങ്ങനെ വിരിഞ്ഞിരിക്കുക. ഫുള്ള് നിറച്ച് ഫുൾ ആമ്പലാണ്. വെള്ളം കൊടുക്കണം, ഓടാൻ പറഞ്ഞു രാവിലെ. ഹലോ ഗൈസ്, ഞങ്ങൾ കൂക്കലിലേക്ക് ഇറങ്ങി പോവുകയാണ്. ഒരു പൊന്നു. അതെ അതെ, സൂക്ഷിച്ചു പോയില്ലെങ്കിൽ മുഖം കുത്തി താഴെ കിടക്കും. താഴോട്ട് നോക്കിയില്ലെങ്കിൽ മേപ്പോട്ട് പോകും. ഞങ്ങൾ തിരിച്ചു പോവാം. കൂക്കലിൽ തിരിച്ച് നേരെ കൊടൈക്കനാൽ. ഇത് തന്നെയുണ്ട് ഇങ്ങോട്ട് വരാമെന്നാണ്. ഇത് ഇവിടുത്തെ വരുമ്പോൾ പൂമ്പാറ വരുമ്പോൾ ഹോട്ടൽ ബിസ്മിയുടെ ബാക്ക് സൈഡാണ് കേട്ടോ. മൊത്തം കൃഷിയല്ല, വേറെ ഒന്നുമില്ല. ആ ശരിക്ക, നമ്മൾ പൂമ്പാറ കഴിഞ്ഞ് കുറച്ച് നമ്മൾ തിരിച്ച് കൊടൈക്കനാലോട്ട് വരുന്നതായിരിക്കും. പളനിമല
ഇവിടെ നിന്നാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇപ്പോൾ ഫുള്ള് മഞ്ഞത്ത് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്തുവരെ ചുമ്മാ ഒന്ന് നമുക്ക് കണ്ടേക്കാം. മാളു പേടിയുണ്ടോടി? നീ പുറകെ വന്നാൽ മതി. എന്താണെന്നറിയോ, ഞാൻ വീഴുമ്പോൾ എന്നെ പിടിച്ചാൽ മതി. ആന്നടി, മൊത്തം തുരുമ്പുണ്ടെന്നേ ഉള്ളൂ. വാ ചുമ്മാ പറഞ്ഞു. മഞ്ഞില്ലാത്ത സമയമായിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് പളനിമല കറക്റ്റായിട്ട് കാണാമായിരുന്നു. രാത്രിയിലാണെങ്കിൽ നല്ല ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് കാണാമായിരുന്നു. ഇപ്പോൾ ഇത് കോട ഇങ്ങോട്ട് കയറി വരുമോ എന്തോ. ഫുൾ മഞ്ഞ് ഫുള്ള് കോടയ്ക്കകത്ത്. ഞങ്ങളൊരു കമ്മിന്റെ മണ്ടിക്ക് സർക്കസ്